നിമോഷേട്ടന്റെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേടാ. കേറൂല. ആ പേടിയില്ല. ആന ഇറങ്ങാനുള്ള സ്ഥലമുണ്ടാ. പക്ഷെ എന്റെ മോനെ ഇവിടെ എത്തിയിട്ടാ നമ്മുടെ പട്ടിക്കുട്ടി കണ്ട. ശാന്തി സമാധാനമായി. ആനയുടെ മെയിൻ ഏരിയ ആണ് ആക്ച്വലി. ആനയുടെ ഇവിടെ ആക്ച്വലി ആനയെ കാണാം. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ 9:54 ഇറങ്ങിയേക്കണത്. ഇന്നത്തെ യാത്ര കുറച്ച് വലിയ യാത്രയടാ. അത് നേരെ പൂപ്പാറയിലേക്കാണ് നമ്മൾ പോകണം, ഇടുക്കിയിലേക്കാണ്. പൂപ്പാറയിലേക്കൊരു കിടിലൻ ഓട്ടം ഉണ്ടെന്ന് എനിക്ക് കിട്ടിയേക്കണത്. ഏകദേശം ഒരു 160 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമുക്ക് പോകാൻ. അതായത് വട്ടവടയിൽ ചെന്നപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, വട്ടവട ഇപ്പോൾ ക്രൗഡാണ് ബ്രോ. ക്രൗഡൊന്നും ഇല്ലാത്ത അതേപോലത്തെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്പോട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ. ഞാനിപ്പോൾ കമ്പനിക്കാരോടൊക്കെ പ്ലാൻ ചെയ്ത് ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടാ. ഒരു വെറൈറ്റി കിടുക്കാച്ചി പ്രൈവസി അടിപൊളി സ്ഥലം. നല്ല പ്രൈവസിയോടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പ്രോപ്പർട്ടി ആണ്ടാ. അതെ, ഓസ്റ്റിൻ ബ്രോ ഉണ്ട് കേട്ടോ. ഓസ്റ്റിൻ ബ്രോനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ചങ്ങായിമാരെയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 2 ദിവസത്തേക്ക് ഞാനിവിടെ ഇല്ല. അപ്പോൾ മച്ചാന്മാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ യാത്ര തുടങ്ങുന്നത് പതിവ് പോലെ കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. സമയം 10 മണിയായിട്ടാ. നമുക്കിനി മട്ടാഞ്ചേരി ചെന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം. പിന്നെ എടപ്പള്ളിയിൽ ചെന്നൊരു ഫ്രണ്ടിനെയും പിക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ പൂപ്പാറയിലേക്ക് പോകട്ടാ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ എടപ്പള്ളി എത്തിയിട്ട് കാണിച്ചു തരാട്ടാ. അങ്ങനെ നമ്മുടെ ജയ്ബ്രോനെ പിക്ക് ചെയ്തു. ഇപ്പോൾ പോസ്റ്റിംഗ് കയറി. ഇന്നൊരാളും കൂടി കയറാണ്ട് കേട്ടാ. ഡ്രൈവർ ചേഞ്ച് ചെയ്തിട്ടാ, ഞാൻ ഓടിക്കാം കേസ്. അപ്പോൾ ഇനി എടപ്പള്ളിയിൽ നിന്ന് ഒരാളെയും കൂടി പിക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ CNG അടിക്കാൻ വേണ്ടി കയറിയിട്ടാ. ഇപ്പോൾ 10:57 CNG അടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. CNG കാലിയാണ്. നമ്മുടെ വൈറ്റിലുള്ള ചക്രപ്പുറമ്പ് അവിടെ ഉണ്ട് കയറിയേക്കണത്. സിനോ പറയണത് 35 അടിച്ചാൽ മതി, കാരണം 36 ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുടുക്കുമായിരിക്കും എന്ന് പറയുന്നത്. 35 പോണത് ഗൈസ്. അങ്ങനെ 630 രൂപക്ക് CNG അടിച്ച്, 630 അല്ല 650 രൂപക്ക് CNG അടിച്ചിട്ടാ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ നമ്മൾ ഓടേണ്ടത് നമുക്ക് ഇനി ട്രിപ്പ് ഇട്ട് വെച്ചേക്കാട്ടാ. ഇങ്ങനെ നമ്മ 4 പേരും റെഡി ആയിട്ടാ. ഹെബി, സിനോ, ജയ്ബ്രോ. അപ്പോൾ ഞങ്ങൾ 4 പേരായിട്ടാണ് പോണത് ഗൈസ്. അങ്ങനെ മൂന്നാറിന്നും ഇടുക്കിയിലേക്കുള്ള വഴി നമ്മൾ കയറുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് 71 കിലോമീറ്റർ കേട്ടാ ഗൈസ്. ഞാനൊരു 1200 രൂപ പെട്രോളും കൊണ്ട് അടിച്ചിട്ടാ രാജാക്കാട് എത്തിപ്പാ. പൂപ്പാറ എത്തിയിട്ടാ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ഉള്ളിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി കയറി കഴിയുമ്പോഴാണ് നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യണ സ്ഥലം എത്തുന്നത്. ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചാൽ ഇപ്പം നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 134 കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ കവർ ചെയ്തിട്ടാ ഗൈസ്. പൂപ്പാറ എത്തിയിട്ടാ. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ മാത്രമേ കാണിക്കണുള്ളൂ. ഏതോ ഒരു മലയുടെ ടോപ്പിലേക്കാട്ടോ നമ്മൾ ഇനി കയറി പോകാൻ വേണ്ടി പോണത്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി ഫുള്ള് പൊടിയും ചെളിയൊക്കെ ഉണ്ടോ, സീനാണ്. നമ്മുടെ മച്ചാന്മാർ അവിടെ പോയി ചിക്കനും കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നിമോഷേട്ടനെ ഒന്ന് വിളിക്കണം. നിമോഷേട്ടൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഈ വട്ടവടയിലും ടോപ്പ് സ്റ്റേഷനും ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. അതൊന്ന് മാറ്റി പിടിച്ച് ഉള്ളിൽ വേറെ എവിടെയെങ്കിലും നല്ല സ്പോട്ട്, നല്ല പ്രൈവസി ആയിട്ട് നല്ല ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും, നല്ല കിടിലം പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോ ബ്രോ എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണത്. എല്ലാ തിരക്കിൽ നിന്നും മാറിയിട്ട് ഒരു നൈസ് ഒരു പ്രോപ്പർട്ടി, അതായത് ഒരു മലയുടെ മേളിൽ നൈസ് ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് നമ്മൾ എന്തായാലും പോകാൻ വേണ്ടി പോകണം. രാവിലെ ട്രക്കിങ്ങിനൊക്കെ പോയി വേറൊരു മലയുടെ മേളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. നിങ്ങൾ എന്തായാലും ലൈവായിട്ട് കണ്ടോ ഫ്രണ്ട്സ്. ഇതാണ്ടാ പൂപ്പാറ ടൗണ്. ഗൈസ്, നമ്മൾ ഈ ഒരു ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ്, ഈ വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടേട്ടാ. നമ്മുടെ വണ്ടി നല്ല കയറ്റമുണ്ട്. കയറോ? കയറി പോകാൻ പറ്റും അല്ലേ? ഓക്കെ. നമ്മുടെ സിനോ ഇസ് ദ ഡ്രൈവർ. ഞാൻ ഫുൾ ക്യാമറ ഹാൻഡിൽ ചെയ്യണ കണ്ടോ ഗൈസ്. ഇത്തിരി കുത്തനെയുള്ള കയറ്റം ഉണ്ടോ, നമ്മ ഒതുക്കി എടുത്താൽ മതി എന്ന് പറയണത്. അയ്യോ ക്യാമറ അവിടെ കല്ലുണ്ട്. അവിടെ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഗ്യാപ്പ് ഉണ്ട്.
നന്ന വരവേണ്ട നിക്ക്. എൻ്റെ മോനെ വണ്ടി ഫുൾ ലോഡാണ്ട, ഫുൾ ലോഡ്. നോക്കണ്ടോ സൈഡേ. അയ്യോ അടി ഇടിക്കോ. ഇറങ്ങണ ബ്രോ. ഓ ഇവിടെ സീനാ പോലെ. പയ്യെ ഓ ഇവിടെ സീനാണ്. ഇവിടെ നിർത്തിക്കോ. കാരണം എന്താണെന്നറിയോ, അയാൾ പറഞ്ഞ് നേരെ തന്നെ. ആ ഇവിടെ ഇറങ്ങാം. കയറൂല. ആ ഓക്കെ, ആളൊത്തിരി വെച്ച് കയറൂല എന്നാണ് പറഞ്ഞത്. ഐസ് നമ്മുടെ വണ്ടി കയറി പോണ നോക്കി. ഓ പെട്ടിട്ടാ. താഴെ വന്നിട്ടേ കാലെടുത്ത് വേണം കയറാൻ. റിസ്ക് ആണ് മോനെ. നല്ല കയറ്റം ഉണ്ടോ? നല്ല വിചാരിക്കണ പോലെ അല്ല, നല്ല കയറ്റം. പേടിയില്ല. ഓ പൊങ്ങണേ വണ്ടി. കാലെടുത്തോ. വാ ടയർ കയറ്റിയാണ് സൗണ്ട്. നമ്മുടെ വണ്ടി പോയ പോക്കേ ചെറിയ പോക്കൊന്നല്ലട്ടാ, ചവിട്ടി അങ്ങോട്ട് വിടണം. വണ്ടി പോയി വേറെ വീട്. ഗൈസ് വണ്ടി കയറിപ്പോട്ടാ. വണ്ടി കയറിപ്പോയി. ഞാനും അബിനും ഒന്ന് ഇറങ്ങി. ഇത് ഭയങ്കര കോൺക്രീറ്റ് ഇട്ട റോഡാണ്. അന്നേരം നമ്മുടെ വണ്ടി കിടന്ന് കറങ്ങി കളിക്കണായിരുന്നില്ല. നല്ല എക്സ്പേർട്ടാണെങ്കിൽ കുഴപ്പമില്ല, അടിച്ച് കയറ്റിക്കൊണ്ട് പോവാ. 1.5 കിലോമീറ്ററിന് അടുത്താണ് കേട്ടാ മേളിലോട്ട്. പക്ഷെ അത് നല്ല കുത്തനുള്ള കയറ്റം കേട്ടാ. ഓഹൈ കേദാർനാഥൊക്കെ പോയതുകൊണ്ട് നമുക്ക് സീനൊന്നുമില്ല എന്നൊക്കെ പറയെങ്കിലും പരിപ്പായി ഗൈസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡാമൊക്കെ കാണാൻ പറ്റൂടാ. ആനയിറങ്ങൽ ഡാം. പിന്നെ ആ വ്യൂ പോയിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളുക്കോല മീശപ്പുലി മലയൊക്കെ കാണാൻ പറ്റും. വഴിയെ നമുക്ക് കാണാം. മേളിലെത്തട്ടെ ഗൈസ്. അങ്ങനെ മേളിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ 2 മച്ചാന്മാർ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കണടാ. ഹായ് ബ്രോ. ഇതാണ്ട ഗൈസ് നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം. ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ആണ്ടത്. ഇവിടെ നല്ല വ്യൂ ഉണ്ടോ, നല്ല നൈസായിട്ടാണ്ടാ, സൂപ്പർ. നമ്മുടെ മീശപ്പുലിമലയൊക്കെ ആ സൈഡാണ്ടാ. ബേബി ഇതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ഫോഗ് ഒന്നും ഇങ്ങനെ തങ്ങി നിൽക്കണേണ്ട. പൊളി സാധനമല്ലേ. ഇത് ആനയിറങ്ങൽ ഡാം ആണ്ടത്. ആനയിറങ്ങൽ ഡാം ആനയ്ക്കുള്ള സ്ഥലമാണ്. നമ്മുടെ അരിക്കൊമ്പൻ്റെ മെയിൻ പാവള വരുന്നത്. ഗൈസ് എൻ്റെ ഫോണിലേ ചാർജ് ഇല്ലട്ടാ. സോ ഫോണിൽ ചാർജ് ഒന്ന് കുത്തി തരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടെ. ഇവിടുത്തെ വ്യൂ നോക്കി നിങ്ങൾ, വേറെ മൂടാണ്ട് ഇവിടെ, ഒരു രക്ഷയില്ല. ഇവിടെ ഒരു 25 പേരുടെ അടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഫുൾ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ട്രെക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ ഗൈസ്, ഒരു രക്ഷയിലുണ്ട് ഇവിടെ. അടിപൊളി സ്ഥലം ഉണ്ടാവും. ഒരു അടിപൊളി സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇതാ വട്ടവടയെന്നും ഈ മൂന്നാറിലൊക്കെ എസ്കേപ്പ് അടിച്ച് നമ്മൾ നേരെ പൂപ്പാറയിലേക്ക് പോവാം. ഇത്രയും ശാന്തി സമാധാനമായിട്ടുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടി ഉണ്ടാകും നമ്മുടെ. രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേളിൽ കയറി ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ അടിച്ചു തരാം കേട്ടോ. എല്ലാ സെറ്റാണ് കേട്ടോ. കേസ് ഇപ്പോൾ സമയം 5:34 ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ, കാണുന്ന പോലെയൊന്നുമല്ല. ഞങ്ങൾ നൈസായിട്ട് ഒരു ട്രക്കിങ്ങിന് പോകണേട്ടാ. ഞാൻ ട്രക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാട്ടാ. ഗൈസ് ഇതാണ് കേട്ടോ പ്രോപ്പർട്ടി. അടിപൊളിയല്ലേ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മേളിലോട്ടാണ് നമുക്ക് നടക്കാനുള്ളത്. അതിൻ്റെ മേളിലോട്ട് നടന്ന് കയറാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ പോയിൻ്റ് ഉണ്ട്. എന്നാലും ആ വ്യൂ പോയിൻറ്റിൽ പോയി കുറച്ച് നേരം പീസ്ഫുള്ളായിട്ടിരിക്കട്ടെ ഏട്ടാ.
ഗൈസ് അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. എന്തായാലും നല്ല സ്ഥലത്തെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രക്ക് ചെയ്യണം കേട്ടോ. ഗൈസ് ഞങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഓസ്റ്റിൻ ബ്രോയും ഹെബിൻ ബ്രോയും ഞാനും കൂടി ഇപ്പം കണ്ടുപിടിച്ച സാധനമാണ്. നടന്ന് നേരെ കയറിയപ്പോൾ കിതച്ച് നേരെ തിരിഞ്ഞ് ബാക്കടിച്ച് കയറി നോക്കിയേ കിതക്കള്ള. അതെന്തും മറിമായോണെന്ന് അറിയില്ലട്ടാ. നിങ്ങൾ ഒന്ന് കയറി നോക്കിട്ടാ. എന്നിട്ട് തലടിച്ച് വീണിട്ട് എൻ്റെ പേര് പറഞ്ഞു. നമ്മുടെ 4x4 വന്നു കഴിഞ്ഞാലേ അലിച്ചങ്ങോട്ട് കയറ്റാ സീനോ നമ്മളെ വണ്ടിയിട്ട് പമ്മെന്ന് പറഞ്ഞ കട ഒറ്റ പോക്കങ്ങോട്ട് പോകണുണ്ട്. പിന്നെ വണ്ടി കാണണം. അല്ല ചേട്ടാ പറഞ്ഞല്ല ഫസ്റ്റ് കയറിയിട്ട് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് വിട്ടോളാനാ പറഞ്ഞത്. വണ്ടി കൊടുക്കത് കയറി 4 പേരിട്ട് വണ്ടി ഒന്നും കയറലട്ടോ ഗൈസ്. വണ്ടി പറഞ്ഞ പെങ് 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 എന്ന് പറഞ്ഞു. ഗൈസ് ആന ഇറങ്ങാറുള്ള സ്ഥലമുണ്ടോ? ആനപ്പിടങ്ങുണ്ടോ? ഉണങ്ങിയതാണ്, വലിയ സീനില്ല. ഇങ്ങനെ അത്യാവശ്യം മുകളിലെത്തിയിട്ടാ. ഇനി നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ അവിടുത്തെ സ്റ്റേ നോക്കി ഡാം. ഇനി ഇതിൻ്റെ മേളിലോട്ടാണ് ഗൈസ്. ഇങ്ങനെ നല്ല തണുപ്പത്ത് ടീഷർട്ടൊക്കെ മാറ്റി അല്ലേ, വേറെ മൂഡ്. ഓ പൊളി മൂഡ്. ഓ ഒരു രക്ഷയില്ലടാ. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. വണ്ടി കയറുന്ന വഴിയുമാണ്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, സംസാരിക്കാൻ പറ്റണം. എബിയുടെ എൻജിൻ വലിയണല്ലോട്ടാ, കേരള. ഏകദേശം നല്ല ടോപ്പിലെത്തിയിട്ടിപ്പാ. അയ്യോ മീശപ്പുലിവലയൊക്കെ മൂടി കിടക്കണേ. ദേ ആ സൈഡായിട്ട് വരും. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേ ഇരിക്കണേട്ടാ. എന്നെ ക്യൂട്ടായിട്ടുള്ള സ്ഥലത്താണല്ലോ കൊണ്ട് വെച്ചേക്കണത്. ഇപ്പം വട്ടവടയിലൊക്കെയാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റേ, ഇവിടെ ഒരു സ്റ്റേ, അവിടെ ഒരു സ്റ്റേ, ഫുള്ള് സ്റ്റേ ആയിപ്പോൾ. ഇവിടെ നോക്കിയേ ഒരൊറ്റ സ്റ്റേ ഇല്ല, പീസ്ഫുൾ. ഇതാ ഒരു സ്റ്റേ മാത്രം. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഇങ്ങനെ സിംഗിളായിട്ടുള്ള വല്ല പ്രോപ്പർട്ടി വല്ല മലയുടെ മേല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്നു. അതെ, അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ എത്തിയേക്കുന്നത്. ഇവിടെ ഇനി വലിഞ്ഞ് കയറി ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം താഴെ വന്നൊന്ന് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ഫുഡൊക്കെ അടിച്ച് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ രാവിലെ ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമ്മൾ ട്രക്ക് ചെയ്ത് കയറിയ പാറക്കില്ലേ ഒരു ഐതിഹ്യം കൊണ്ടിട്ടാ. അക്ക തങ്കച്ചി പാറ എന്നാണ്ടാ ഇതിനെ പറയണത്, അറിയപ്പെടുന്നത്. ഇതിൻ്റെ താഴെ നിധിയൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഉണ്ടാ പറയണത്. പണ്ട് രാജാക്കന്മാര് വന്ന് ഇവിടെ നിധിയൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നാ പറയണത്. എവിടെ തോണ്ടി നോക്കിക്കോ. എൻ്റെ മോനെ വേറെ ലെവല് ഗൈസ്. ഇതാ അക്ക തങ്കച്ചി പാറ. ഇവിടെ ഇതിൻ്റെ അടിയിൽ നിധിയൊക്കെ കുടിച്ചിട്ടുണ്ടെന്നാ പറയണത് പണ്ടത്തെ രാജാക്കന്മാര്. ഇവിടെ വന്ന് ദേബിയൊക്കെ കുറേ നേരം കോട്ടി നോക്കണം, ഒന്നും കിട്ടിയില്ല ദൈവമേ. ഇവിടെ എന്തോ മൃഗങ്ങളൊക്കെ വരാറുള്ളതാണ്ടാ. ആനകളും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എവിടെ കടുവേ ഓടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. നമ്മള് ഈ സ്റ്റേയിൽ വന്നുകൊണ്ടാണ്ടാ നമുക്ക് ഇതേപോലത്തെ ഒരു ഹിഡൻ സ്പോട്ടൊക്കെ കാണാൻ പറ്റിയത്. ആളുകൾ ആരും വരാത്തത് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഒന്നുമില്ലടാ. ഇപ്പം ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിയുമ്പോൾ എല്ലായിടത്തും പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കണായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പോകുന്ന വഴിയൊക്കെ കാണാം ഒരു പ്ലാസ്റ്റിക് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു അക്ക തങ്കച്ചി പാറയിലൊക്കെ വരണവർ മാക്സിമം പ്ലാസ്റ്റിക്കൊക്കെ താഴെ തന്നെ ഇട്ടിട്ടേ വരാൻ നോക്ക്. ഇവിടെ അത്ര നീറ്റായിട്ട് കിടക്കണേ, അടിപൊളിയാണ്ടാ. പിന്നെ ഇവിടുത്തെ ലൊക്കേഷനും ഈ സ്റ്റേൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാടാ. ലൈറ്റിങ് ഉണ്ടല്ലേ. അല്ല ബൈക്കൊക്കെ കയറി വരുമെന്ന് പറയില്ലേ. നൈസ് നൈസ് ഇറങ്ങിയിട്ടാ. കാരണം ലൈറ്റ്നിങ് ഉണ്ട്. സോ ലൈറ്റ്നിങ് ഉള്ള സമയത്ത് ഏറ്റവും മേളിൽ നിൽക്കുന്നത് അപകടമാണ്. സോ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണേണ്. ഇനി താഴത്ത് ഒരു ക്യാമ്പ് ഫയർ ഇട്ട് അടിപൊളി. നമ്മുടെ അവിടെ എത്തിയിട്ടാ. നമ്മുടെ പട്ടിക്കുട്ടി കിടന്ന് കുരക്കുന്നുണ്ട്. നമ്മുടെ മച്ചാൻ നമ്മുടെ ക്യാമ്പ് ഫയർ ഇട്ടിട്ടാ. അവിടെ പേരെന്താണ് നിന്റെ? അബി. അബി മച്ചാനുണ്ടാ. ഞാൻ രാവിലെ കാണിച്ചുതരാം. ഗൈസ് അങ്ങനെ ആളിക്കത്തിയിട്ടാ. ഇനിയാണ് പൊളി. കണ്ട ശാന്തി സമാധാനമായിട്ട് നമുക്കിവിടെ ഇങ്ങനെ പാർട്ടി അറ്റൻഡ് ചെയ്തിരിക്കാട്ടാ. ആ ഒരു ട്രക്കിങ് കഴിഞ്ഞ് ഇതേ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ഇരിക്കാട്ടാ. എന്നാ വൈബാണ് ഗൈസ്, ഒരു രക്ഷയില്ല. താഴത്തോട്ട് നോക്കിയേ മിന്നാമിനിങ് അല്ല കേട്ടോ. അതൊക്കെ ലൈറ്റ് കത്തി കിടക്കണേണ്. ഓഫ് നൈസ് തണുപ്പും അടിപൊളി. നിങ്ങളിവിടെ അടിച്ച് പൊളിക്കണേണ്ട ഗൈസ്, ഒരു രക്ഷയില്ല. വേറെ വൈബാണ്, എനിക്കൊന്നും പറയാനില്ല. നമ്മളിവിടെ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ മേക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ പരിപാടികളാണ്. ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജയ് ബ്രോ, ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് കോപ്പി റൈറ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാട്ടുകളൊന്നും ഇങ്ങനെ വെച്ചിട്ടില്ലടാ. അപ്പം ദിസ് ഇസ് ദ എബി ആൻഡ് ദിസ് ഇസ് ദ കൺട്രി ഓഫ് ദ മാൻ ഫ്രം എടപ്പള്ളി. ഏതാ ലൈസൻസ് പറ? ലൈസൻസ് നമ്പർ 2100282223. ഓക്കെ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 7:36 ഇടാം. അടിപൊളി. ഫുള്ള് ക്ലിയർ ആയതുകൊണ്ട് എല്ലാ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റൂടാ. നോക്കി മലകളൊക്കെ നിൽക്കണം. നോക്കി പക്ഷെ എൻ്റെ പൊന്നോ, ദിവസം നോക്കി ക്ലൗഡ് ബെഡ് സൂപ്പർ. ഗൈസ് രാവിലെ ഫുള്ള് ക്ലിയർ സ്കൈ ആണ്ടാ. ഇവിടെ നമുക്ക് കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ് നമ്മുടെ ഇവിടെ അജിത്ത് ബ്രോയും അബി ബ്രോയും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അജിത്തും നമ്മുടെ അബി ബ്രോയും കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാട്ടാ. ഗൈസ് ദേ അബി ബ്രോ തന്നെ ഉണ്ട്. അബി ബ്രോ കുറച്ച് മലകൾ നമുക്ക് പരിചയപ്പെടുത്താറോ കേട്ടോ. അജിത്ത് ബ്രോ അജിത്ത് ബ്രോ അവിടെ നിൽക്കണ്ട് കേട്ടോ. കൂടെ നമ്മുടെ അബി ബ്രോയും ഉണ്ട്. രണ്ടുപേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. യെസ് ഗൈസ്, നമ്മുടെ ടെന്റിൽ നിന്നുള്ള കാഴ്ച ഉണ്ടത്. പർദീസ. യെസ്, അത് നമ്മുടെ ആനയിറങ്ങൽ ഡാം അല്ലേ? ആനയിറങ്ങൽ ഡാം. ഇനി ഓരോ മലകൾ, അതായത് മൂന്നാറിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ മലകളും നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റൂടാ. അതായത് നമ്മുടെ ഈ ടെന്റ് സ്റ്റേയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റൂടാ. നമ്മ ഒന്നും കൂടി ഉയരത്തിലേക്ക് കയറുകയാണ് ഗൈസ്. തേയില പ്ലാന്റേഷൻ ആണ്, അത് പന്നിയാറാണ്. ഏത്? ഈ ആനയിറങ്ങലിനോട് ചേർന്ന് നടക്കുന്നത്. ഓക്കെ. അവിടെ ആനയുടെ മെയിൻ ഏരിയ ആണ് ആക്ച്വലി. ഇവിടെ നിന്ന് ആക്ച്വലി ആനയെ കാണാം. പക്ഷെ ഇപ്പൊ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമിന്റെ റിസർവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. മോസ്റ്റ് ഓഫ് ദി ഡേ മിക്കവാറും നമുക്കുള്ള ആന ഉണ്ടാവും. ആനയുടെ സൈറ്റിങ്സ് ഉണ്ടാവും അല്ലേ? അതെ അതെ അതെ. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് കാണാം. നല്ല ബൈനോക്കുലർ ഉണ്ട്, എല്ലാ സെറ്റാണ്. അതിന്റെ അപ്പുറത്ത് കാണുന്നത് മീശപ്പുലി മല. ഏതാ ഇതാ കാണുന്നത്? ഏറ്റവും ടോപ്പിലേക്ക്. അതെ അതെ അതെ. അത് ചക്രമുടി. അവിടെ നിന്ന് അപ്പുറത്ത് ആനമുടി, കൊളുക്കുമല, കാപ്പാത്തി ചോല. അതിന്റെ താഴത്താണ് ഫാൻറ്റർ നോക്ക്. അവിടെ അസാധ്യ വ്യൂവും പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു 8 കിലോമീറ്ററേ ഉള്ളൂ. ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സൺസെറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് അത്. അടിപൊളി. നമ്മുടെ കുമളിയൊക്കെ ഈ സൈഡാണല്ലേ അബി ബ്രോ? അതെ, കുമളിയൊക്കെ വന്നത് ഈ സൈഡാണോ? ശാന്തംപാറ ആ റൂട്ടാണ് പോകും. നേരെ പോകുമ്പോൾ ശാന്തംപാറ, പിന്നെ കുമളി റൂട്ട്, നെടുങ്കണ്ടം ആ സൈഡാണ്. ഓക്കെ, പൊളി. അപ്പൊ ഈ ഒരു സ്റ്റേയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കാണാൻ പറ്റണ ഒരു അടിപൊളി സ്ഥലം കേട്ടാ. ഈ കാന്തല്ലൂരൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ അപ്പുറത്തെ മലകളായിരിക്കും അല്ലെ? കാന്തല്ലൂര് വട്ടവടയൊക്കെ ഈ മലകളുടെ അപ്പുറത്തെ സൈഡായിരിക്കും. നമ്മൾ ആക്ച്വലി മൂന്നാറിന്ന് ടോപ്പ് സ്റ്റേയിലോട്ട് പോകാൻ നേരത്ത് ഈ ഹിൽസ് അതിനിടക്കൂടി ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള സൈറ്റിങ്സ് കാണാം. ഓക്കെ. ആ പച്ച വിരിച്ചിട്ടേക്കണത് അല്ലേ? തേയിലത്തോട്ടങ്ങൾ. അതൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. സൂര്യനെല്ലി. ഇവിടെ നോക്കുമ്പോ കറക്റ്റ് ആ പച്ചയൊക്കെ വെറുതെ ഇങ്ങനെയല്ലേ പെയിന്റ് അടിച്ചിട്ടേക്കണല്ലേ? ഒരു മല പെയിന്റ് അടിച്ചിട്ടേക്കണല്ലേ? ബ്രോവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ അടിപൊളിയാണ്, ഒരു രക്ഷയിലടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആൾക്കാർ വന്ന് കഴിയുമ്പോഴേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിപ്പോ കാണിച്ചു കൊടുക്കണം. സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് അവർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണ പോലെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തായാലും നൈസ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണല്ലോ വട്ടവട, ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും പോയി. എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഈ വട്ടവടയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് റഷാണ്. അപ്പം ഒന്ന് ഫ്രീ ആയിട്ട് മൂന്നാറിൽ ഇതേപോലെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പോട്ട് കാണിച്ചു തരാമെന്നുള്ള അത് പറഞ്ഞു. ഞാൻ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് നമ്മൾ എത്തുകയും ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇത് വേറൊരു സ്റ്റേയിൽ ഇവിടെ ഈ ഒരു മലയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പീസ്ഫുള്ളാണ്. ആൾക്കാരുടെ ശല്യം ഇല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് മേളിലോട്ട് ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്ക തങ്കച്ചിപ്പാറ അല്ലേ? അത് അംബസമുദ്രം അങ്ങനെയാണല്ലേ? അതെ. എന്തായാലും നല്ലൊരു സ്പോട്ടിലാണല്ലോ എത്തിയത്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ
നമ്മുടെ മച്ചാന്റെ സ്റ്റേയിലേക്ക് വന്നു. അടിപൊളിയാണ്. അതെ അതെ അതെ, പീസ്ഫുൾ ആണ്. അതെ അതെ, ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ. ഇപ്പൊ മൂന്നാറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ചൊക്രമുടി, ഫാൻറ്റം റോക്ക്, സൂര്യനെല്ലി, ഈ ആനമുടി, പിന്നെ ഏതാണ് കൊളുക്കുമല, ഇതെല്ലാം ഒറ്റ കൊടക്കീഴിൽ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെ ഇങ്ങോട്ട് പോരി. ഇതേ വരച്ചു വെച്ചേക്കണ എല്ലാം, ആനമുടി, മീശപ്പുലിമല, ചക്രമുടി, എല്ലാ സാധനവും ഇതേ ഇങ്ങനെ നിരന്നിരിക്കണത്. അതൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാടല്ലേ, ഏലക്കാടിന്റെ അതുണ്ട് ഉള്ളിലോട്ടല്ലേ. കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അപ്പുറത്ത് വട്ടപ്പാറയുണ്ട്. അത് ഏകദേശം സീ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2800 ഫീറ്റ് മുകളിലുണ്ട്. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാമിന്റെ ഫുൾ റിസർവ് നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റും. ഒരു കൈൻഡ് ഓഫ് ആമസോണിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഭയങ്കര ഹൈലി ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഒക്കെ ഉള്ളിലുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിലോട്ട് വണ്ടിയും കയറും അല്ലെ, വണ്ടി വരും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഈ ഇത്ര വലിയ മലയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടി ഓടിച്ച് കയറാൻ പറ്റൂടാ. നമ്മ വാഗനറും കൊണ്ടാണ് നമ്മ വന്നേക്കണത്. ഗൈസ് വേറൊരു സംഭവം ഉണ്ട് ഇവിടെ, നീലക്കുറിഞ്ഞി. ഇവിടെ ഏത് വർഷമാണ് പൂത്തേ ബ്രോ? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ആണ്ടാ, ഇതൊക്കെ നീലക്കുറിഞ്ഞാണ്. ഇവിടെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ നമ്മ കുറച്ചും കൂടെ ഇതിന്റെ പൊക്കത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിറയുണ്ട്. നമ്മുടെ അഭിപ്രായം പറയണത് 12 വർഷം കൂടുമ്പോ പൂക്കണമെന്നല്ല, ഇത് ഇടക്കിടക്ക് പൂക്കണുണ്ടെന്ന് പറഞ്ഞേടാ. വേറൊരു അതിഥിയും കൂടി കണ്ടിട്ട് ഇവിടെ അച്ഛനോടെ ഓടിച്ചാടി കിടക്കണേ. കുറെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഇതാ. പക്ഷേ ഇത്ര മലകള് ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലത്തും ഞാൻ ഇന്നേ വരെ സ്റ്റേ ചെയ്തിട്ടില്ല. അതായത് മൂന്നാറിൻ്റെ ചരിത്രത്തിൽ തന്നെ എല്ലാ മലകളും ഇങ്ങനെ നമ്മൾ നിരത്തി വെച്ചേക്കണേ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. പിന്നെ ഇന്നിപ്പം നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് എനിക്ക് എല്ലാ മലകളും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി. കഴിഞ്ഞ ദിവസമൊക്കെ രാവിലെ എണീറ്റപ്പോൾ ഇവർ പറയണത് ഫുള്ള് ഇങ്ങനെ ക്ലൗഡ് ബെഡ് ഇങ്ങനെ മൂടി കിടക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഫുള്ള് ക്ലൗഡായിരിക്കും, മനസ്സിലായി, ക്ലിയർ സ്കൈ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ മലകളൊക്കെ കാണാനും അതിമനോഹരമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ക്ലൗഡ് വന്ന് ഇങ്ങനെ മൂടിക്കിടക്കണം. അതായത് നമ്മൾ ആകാശത്ത് നിന്ന് നോക്കണ ഒരു ഫീലായിരിക്കും. ഫ്ലൈറ്റിലിരുന്ന് നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും, മേഘങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കണായിരിക്കില്ലേ, അതേപോലത്തെ കാഴ്ചകളായിരിക്കും ഇവിടെ. അപ്പോൾ എന്തായാലും അടുത്ത ട്രിപ്പ് നിങ്ങൾ പൂപ്പാറയിലേക്ക് തന്നെ പ്ലാൻ ചെയ്തോ. ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അടിപൊളിയാണ്. ഒരു 25 പേർക്ക് വരെ നല്ല കിടിലാനായിട്ട് സ്റ്റേ ചെയ്യാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനും പറ്റണ ഒരവസരം നിങ്ങൾ പാഴാക്കരുത്. പിന്നെ നമ്മുടെ അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ വിലസിയിടുന്ന സ്ഥലമുണ്ടാ. ചക്കക്കൊമ്പൻ ഇപ്പോഴും ഉണ്ട്. അരിക്കൊമ്പൻ്റെ നാടാണ്ട് ഈ കാണുന്നത്. അടിപൊളി. ഇവിടെ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ റിസോർട്ട്, വൈൽഡ് മിസ്റ്റ് റിസോർട്ട് കേട്ടാ, വൈൽഡ് ഹെറിറ്റേജ് വില്ല. ആനനെ സ്പോട്ട് ചെയ്തിട്ടാ, പക്ഷെ നമ്മുടെ ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റില്ലടാ. അവിടെ ഒരു ഓടിട്ട ഒരു ബംഗ്ലാവാണ്, അതിൻ്റെ താഴത്ത് തേയിലത്തോട്ടത്തിൽ ആന നിൽക്കണ്ടിട്ടാ. മച്ചാമാരെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായിരിക്കുന്നു. 10:37 ഇനി നമ്മൾ നേരെ കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ പുള്ളി പറഞ്ഞുതരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എന്തായാലും ഒരു അടിപൊളി സ്വർഗ്ഗമാണ്. ഒരു ദിവസമൊക്കെ വന്ന് നമ്മൾ റീഫ്രഷ്, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആകാൻ പറ്റിയ ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണതാണ് ഗൈസ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബൈ. അച്ഛാമാരെ